ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കാണുന്ന കൂട്ടുകാരെല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ഞങ്ങൾ പുതിയ ചാനലാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ അറിയാത്ത കൂട്ടുകാരൊക്കെ അറിഞ്ഞോളൂ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്ക്രീനിലൊരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ നമ്പറാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ 4 കളേഴ്സ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്: ഗ്രീൻ, യെല്ലോ, ബ്ലൂ, വൈറ്റ്. അങ്ങനെ 4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മെഷർമെൻറ്റ്സൊക്കെ പറഞ്ഞുതരാം. അപ്പം മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് 13 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ജസ്റ്റ് മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് യെല്ലോ എന്ന് പറയുന്ന ഒരു പീസിൻ്റെ ലെങ്ത്താണ് 13 ഇഞ്ച്. അത് കുട്ടിയുടെ ന്യൂ ബോണിൻ്റെതാണ് കേട്ടോ ഈ ഒരു അളവ്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടിയാൽ മതി. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ്. അത് എത്രത്തോളം നമുക്ക് ഫ്ലയർ വേണം അത്രത്തോളം നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനത്തെ 2 പീസ് യെല്ലോ എടുത്തിട്ടുണ്ട്. ഈ സെയിം മെഷർമെൻറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചത് സെയിം മെഷർമെൻറ്റിലാണ് ഇത്രയും എല്ലാ പീസ് എടുത്തിട്ടുള്ളത്. എല്ലാ കളേഴ്സും നമ്മൾ 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രീനും വൈറ്റും ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സാറ്റിനാണ് എടുത്തിട്ടുള്ളത്. സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വൈറ്റാണ് സാറ്റിൻ എടുത്തിട്ടുള്ളത്. ദെൻ ഞാൻ ഇതും കട്ട് ചെയ്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കാണിച്ചു തരാം. 11 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 11 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ നേരെ ഡബിൾ വിഡ്ത്ത് എടുത്താൽ മതിയാവും. ഞാൻ ഇതിലെടുത്തതുപോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ന്യൂ ബോണിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ 36 ഇഞ്ചാണ് ഇതിൽ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും ഈ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമുക്ക് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ സാറ്റിൻ ക്ലോത്ത് 2 ഇതുപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ 4 ഫോൾഡ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 മടക്കായിട്ടാണ് കിട്ടണേ. അപ്പോൾ 8 മടക്കായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ, അതായത് ഓപ്പൺ സൈഡല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ക്ലോസ്ഡ് ആയിട്ടുള്ള ഏത് സൈഡിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. വേണ്ടാത്ത കൂട്ടുകാർ സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് 2 ഇതുപോലെ മടക്കുക. ദെൻ ഒന്നുകൂടെ മടക്കുക. അപ്പോൾ 4 വീണ്ടും ഒന്നുകൂടെ മടക്കുക, ഫോൾഡ് ചെയ്യുക. അപ്പം 8 മടക്ക് വന്നു കേട്ടോ. ഓക്കെ, മനസ്സിലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇത് വീണ്ടും ആ ഒരു സൈഡിൽ കട്ട് ചെയ്യുക. ഓപ്പൺ സൈഡിൽ നമ്മൾ കട്ട് ചെയ്യരുത്. ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിൽ, ഫോൾഡിങ് വന്നിട്ടുള്ള സൈഡിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇത് സെയിം തന്നെ ഞാൻ കോട്ടൺ ലൈനിങ്ങിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം കോട്ടൺ ലൈനിങ്ങിലും അതുപോലെ തന്നെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് മെടഞ്ഞെടുക്കണം. അപ്പം മെടയാൻ എല്ലാവർക്കും അറിയുണ്ടാവും. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഉമ്മാട് ചോദിച്ചിട്ട് ചെയ്തതാണ്. ഇതൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലത്തെ ഡ്രസ്സസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതിനും കൂടിയിട്ടാണ് ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫീസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ മെടഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ മറ്റെങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോർമലായിട്ട് യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതുപോലെ ആയിരുന്നില്ല. സാധാരണ നമ്മൾ നോർമലായിട്ട് എടുക്കാറില്ലേ, അതുപോലെയായിരുന്നു ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തല തിരിഞ്ഞിരിക്കണേ. അത് മറ്റേ വെർട്ടിക്കലിൽ നമ്മൾ ഹൊറിസോണ്ടലാക്കി വെച്ചപ്പോഴുള്ളൊരു സംഭവമാണ് കേട്ടോ. അതെനിക്ക് തല തിരിഞ്ഞു പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലാണ്. 8 കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ എടുക്കണ്ട, 8 വേണമെന്നില്ല, ഒരു 7.5 ഇഞ്ചസും മതിയാവും. പിന്നെ ഞാൻ കുറച്ചൊരു നെക്ക് കുറച്ച് താണിരുന്നോട്ടെ എന്ന് കരുതിയിട്ട്, അതാണ് കുട്ടികൾക്ക് കുറച്ചൊരു ഭംഗിയെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സാറ്റിൻ്റെ നല്ല ഭാഗവും കോട്ടൺ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ഉണ്ടാവില്ല, എന്നാലും അത് രണ്ടും ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക. ആ കട്ടും ഒരുമിച്ച് വരണം, മനസ്സിലായോ? ആ ഒരു രീതിക്ക് വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ മെടഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള സംഭവം
ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കട്ടിന് കറക്റ്റായിട്ട് വെക്കാതെ കുറച്ച് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ റൈറ്റിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ റൈറ്റിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള ഒരു എളുപ്പത്തിൽ എനിക്ക് പിൻ ചെയ്തിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അപ്പം പിൻ ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്. ദെൻ രണ്ടാമത്തെ കട്ട് 4 കട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കട്ടിൽ നമ്മൾ രണ്ടാമത്തെ പീസ് എടുക്കുക. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ റൈറ്റിലോട്ടേക്ക് ആക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിൻ ചെയ്യണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കാണിച്ചിരുന്നതേ ഉള്ളൂ. ഈ മൂന്നാമത്തെ കട്ടുണ്ടാവും. മൂന്നാമത്തെ കട്ടിൽ നമുക്ക് നമ്മുടെ ഈ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി പീസ് തന്നെ നമ്മൾ മൂന്നാമത്തെ കട്ടിലേക്ക് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നാൽ മതി, വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലാതെ പിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ളത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാവും. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ട് വരും കേട്ടോ. ഈ പിന്നാണെങ്കിൽ കയറണമില്ല, അങ്ങനെയൊക്കെ കയറി. ഇനി നമുക്ക് ഫസ്റ്റത്തെ പീസിൻ്റെ ബാക്കി വരുന്ന എൻഡ് നമുക്ക് ലാസ്റ്റത്തെ ഇതിൽ വെക്കാം. ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാവുക കണ്ടാലാണ് കേട്ടോ. അപ്പം ഇതുപോലെ ലാസ്റ്റത്തെ പീസിൽ ഇതുപോലെ വയ്ക്കുക. നെക്സ്റ്റ് വീഡിയോ മുതലാ നെക്സ്റ്റ് ആണോ എന്ന് അറിയില്ല, കുറച്ച് ക്വാളിറ്റി കൂടും കേട്ടോ. ഞാൻ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തേ. ഇതിപ്പം ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്യട്ടാ, ഇപ്രാവശ്യം നമുക്ക് അടുത്തത് മുതൽ ശരിയാക്കാം. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചോദിക്കാം, കോൺടാക്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് വർത്താനത്തിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാർക്കാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കുറച്ചുകൂടി ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത്. ഒട്ടും അറിയാത്ത കൂട്ടുകാർക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ എന്താ വേണ്ടേ, നെറ്റ് ക്ലോത്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. നെറ്റിൻ്റെ നമ്മൾ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പീസും ഒരിക്കലും സെയിം കളേഴ്സ് ഒരുമിച്ച് വരാതെ ഇടവിട്ട് ചെയ്യാം. ഓക്കെ, ഇടവിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കൈയോടെ തന്നെ ഓൺ ദി സ്പോട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ചുരുക്കിട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തറ്റം മുതൽ അടുത്ത തറ്റം വരെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നേരെയൊക്കെ ആക്കി കൊടുത്ത് ബെറ്ററായിട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലപോലെ ഫ്ലെയറിൽ അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഡബിൾ ഫ്ലെയറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കൊരു 1/2 ഇഞ്ചോളം 3/4 ഇഞ്ചോളം ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് താഴിലൂടെ ഒരു സ്റ്റിച്ച്, അത് നമുക്ക് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എലാസ്റ്റിക് മെഷർ ചെയ്യുകയാണ്. അത് നമുക്ക് 17 ഇഞ്ച്, അതായത് ചെസ്റ്റിൻ്റെ അളവുണ്ടാവുമല്ലോ, മെഷർമെൻറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നെറ്റിൻ്റെ ഇടയിലൂടെ ചെയ്യാതെ 2 ലൈനിങ് നമ്മൾ വെച്ചല്ലോ, സാറ്റിനും കോട്ടണും, അതിൻ്റെ ഇടയിലൂടെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. കണ്ടോ, ഇതുപോലെ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് സാറ്റിൻ വിസിബിളായിട്ട് കാണില്ല, എലാസ്റ്റിക് വിസിബിളായിട്ട് കാണില്ല. അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സംഭവം പരിപാടി അങ്ങ് കഴിഞ്ഞു കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ എലാസ്റ്റിക് ഇട്ടിട്ട് ഒന്ന് വലിച്ച് എല്ലാ സൈഡ്സും ലെവലാക്കി സെറ്റാക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സൈഡൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അടിയിൽ ഞാൻ ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ട്, സ്റ്റിച്ചാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും അടിഭാഗം ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക, പിന്നെ ലോക്ക് ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോറിങ് പോലെ വേണ്ട, നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല, അപ്പോൾ അതിൻ്റെതായ രീതിക്ക് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയ ഫിനിഷിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് ചിലപ്പോൾ
കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത ഡ്രസ്സസ് ആയിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ഗുഡ് ബൈ.